ഹലോ, ഗുഡ് ഈവനിങ്. കേരളത്തിൻ്റെ നമ്പർ 1 FM ക്ലബ് FM-ലേക്ക് ലവ് ബൈറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂടെയുള്ളത് രേണുവാണ്. രേണു തന്നെയാണോ? ശബ്ദം എന്താ ഇങ്ങനെ ഇരിക്കണേ? പിന്നെയും പഴയ പോലെ ആയോ? ഇനി കുറച്ച് കഴിഞ്ഞ് പറയോ ശബ്ദം മുഴുവൻ അടഞ്ഞു, സംസാരിക്കാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെ? അതോ ഇനി ആരെങ്കിലും കഴുത്തെ പിടിച്ചിട്ടുണ്ടോ? കഴുത്തിൽ ഞാനൊരു സ്കാർഫ് കെട്ടിയിട്ടുണ്ട്, പക്ഷെ തൊണ്ടവേദനയാ. ടോൺസിലൈറ്റിസിൻ്റെ ഒരു ചെറിയ ലക്ഷണങ്ങളൊക്കെ തോന്നി തുടങ്ങി. എന്ന് വെച്ചാൽ ഇങ്ങോട്ട് വരാതിരിക്കാൻ പറ്റുമോ? നിങ്ങളൊക്കെ അവിടെ ഇല്ലേ? അപ്പോൾ വിട്ടിട്ട് അങ്ങനെ ദൂരെ പോയിരിക്കാന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് സങ്കടം വരത്തില്ലേ? റെഗുലറായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ആളല്ലേ ഞാൻ. ഇനിയാണെങ്കിൽ നാളെ കഴിഞ്ഞ് വരാനും പറ്റത്തില്ല. അതെ, ഞാനേ കുറച്ച് പാട്ടുകൾ കേൾക്കായിരുന്നു. ഒരുപാട് ഇഷ്ടപ്പെട്ട റൊമാൻറ്റിക് സോങ്സ്. അതിൽ ചില വരികൾ നമ്മളിങ്ങനെ പിടിച്ചു നിർത്തുമല്ലോ. താമസം എന്തേ വരുവാൻ പ്രാണസഖി എൻ്റെ മുന്നിൽ, താമസം എന്തെയാണ് ഞാൻ പ്രേമമായി എൻ്റെ കണ്ണിൽ. ഞാൻ പറഞ്ഞപ്പോൾ ഒരു രസം തോന്നിയില്ല എന്നേ ഉള്ളൂ, പക്ഷെ അത് പാടുമ്പോൾ കേൾക്കാനായിട്ട് നല്ല രസമാണ്. ഞാനിങ്ങനെ റൊമാൻറ്റിക് മൂവീസിനെ കുറിച്ച് ചിന്തിക്കായിരുന്നു. 100 years ഓഫ് ഇന്ത്യൻ സിനിമാസ് ഒക്കെ പറഞ്ഞപ്പോൾ കുറേ റൊമാൻറ്റിക് മൂവീസ് നമുക്കുണ്ടായിട്ടില്ലേ മലയാളത്തിൽ? എല്ലാം ഒന്നും പറഞ്ഞു തീർക്കാൻ പറ്റത്തില്ല, പക്ഷെ ചിലതെങ്കിലുമൊക്കെ. ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിൽ നിന്ന് കുറച്ച് റൊമാൻറ്റിക് മൂവീസ്, കുറച്ചധികം റൊമാൻറ്റിക് സോങ്സ്. സ്റ്റേ ട്യൂൺഡ് വിത്ത് രേണു, കാരണം ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. അതെ രേണു, ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടി. ഇന്ന് അവളുടെ ബർത്ത്ഡേ ആ. വിഷ് ചെയ്യാനെങ്ങാനും മറന്നാണ്ടല്ലോ ശരിയാക്കി കളയും എന്ന് സൂരജ് ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിലെ രേണുവിനെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. സൂരജ് പ്രണയിക്കുന്ന ആ പെൺകുട്ടിയുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ ആ കുട്ടിയെ ഞാൻ ആദ്യം ലവ് ബൈറ്റ്സിലെ വിഷ് ചെയ്യുവാണ്. ഹാപ്പി ബർത്ത്ഡേ. പേര് പറയുന്നില്ല, കാരണം അവൻ പറഞ്ഞു അടി കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമാവുമെന്ന്. അതിനർത്ഥം എല്ലാവരും അറിയാത്തൊരു റിലേഷൻഷിപ്പാണെന്നാണ്. ഈ പ്രണയങ്ങൾ എങ്ങനെയല്ലേ? എല്ലാം ഒന്നും എല്ലാവരോടും തുറന്നു പറയാനൊന്നും പറ്റത്തില്ല. കാരണം ഇതറിയുമ്പോൾ തന്നെ അച്ഛനും അമ്മയും ചിലപ്പോൾ ചാടും. ഓഹോ, പ്രണയമോ? എന്ത് പ്രണയം? ഈ പ്രണയ ആളുകളെ ചീത്തയാക്കാനുള്ളതാ. എൻ്റെ മോൻ എൻ്റെ മോൾ അതിൽ വീഴരുത് എന്നൊക്കെ. സോ അതിനൊക്കെ ഇടവരുത്താതിരിക്കാനായിട്ട് ഞാൻ കൂടുതൽ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ ഫേസ്ബുക്കിൽ ഒന്ന് ലോഗിൻ ചെയ്യുക. ക്ലബ് FM കോൺടെസ്റ്റ് പേജിൽ ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അവിടെ കമൻറ്റ് ചെയ്യണം. ഞാൻ കേട്ടുകൊണ്ടിരിക്കണം ലവ് ബൈറ്റ്സ് വിത്ത് രേണു. ക്ലബ് FM-ൽ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. ഏറ്റവും ഇഷ്ടപ്പെട്ട റൊമാൻറ്റിക് മൂവി ഏതാണെന്നൊക്കെ ചോദിച്ചാൽ പെട്ടെന്ന് അങ്ങനെ ഒരു ഉത്തരവൊന്നും പറയാൻ പറ്റില്ല. കാരണം മലയാളം മാത്രം എടുത്താൽ തന്നെ എത്രയധികം മനോഹരമായ റൊമാൻസ് അതിൽ പറഞ്ഞിരിക്കുന്നത്. എത്ര സിനിമകളാണ്. പക്ഷെ അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് റൊമാൻറ്റിക് മൂവീസാണ്. അതിലെ പാട്ട്, അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞോട്ടെ. അയ്യോ, ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിലെ രേണു എന്ന് പറയാൻ വിട്ടുപോയി. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്കറിയാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു റൊമാൻറ്റിക് മൂവിയാണ് തൂവാനത്തുമ്പികൾ. എത്ര തവണ അത് കണ്ടിട്ടുണ്ടെന്നറിയില്ല. പത്മരാജൻ സാറിനോട് എത്രയധികം ബഹുമാനമാണ് അത് കണ്ടപ്പോൾ തോന്നിയെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അന്നത്തെ കാലത്ത് ഇത്രയും ബോൾഡായിട്ടുള്ള ഒരു തീം എടുത്ത് ചെയ്യാനായിട്ട്. എൻ്റെ അതിൽ സുമലത, മോഹൻലാൽ, പാർവതി, ആരാ കൂടുതൽ ഭംഗിയായി മികച്ചതായി റോൾ ചെയ്തേക്കുന്നതെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല. എല്ലാവരും അത്ര മനോഹരമായിട്ടാണ് അതിലെ ഓരോ ക്യാരക്ടേഴ്സായിട്ട് ജീവിച്ചത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു റൊമാൻറ്റിക് ലെറ്റർ, ലവ് ലെറ്റർ പോലും അതിൽ അയച്ചിരിക്കുന്ന മോഹൻലാൽ പറയുന്ന ക്ലാര എന്ന് തുടങ്ങുന്ന ആ കത്താണ്. അതിൽ പ്രണയമൊന്നുമല്ല, പക്ഷേ ആ ഒരു കത്ത് കേൾക്കുമ്പോൾ മനസ്സിനുള്ളിൽ നിന്ന് ഒരുപാട് പ്രണയം പുറത്തു വരും. ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിൽ ആ പാട്ടായിക്കോട്ടെ ആദ്യം. സ്റ്റേ ട്യൂൺഡ്, കാരണം ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. ഒരാളെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അയാളുടേതാകണമെന്നാണ് മനസ്സ് ആഗ്രഹിക്കുന്നത്. അയാളുടേതാകാൻ ഇല്ലാതെയാവാനാണ് തീരുമാനിക്കുന്നത്. പക്ഷേ എന്തുകൊണ്ടോ അത് നടക്കുന്നില്ല. ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിൽ ഞാൻ രേണു. നമ്മൾ പറഞ്ഞു വന്നത് സമ്മർ ഇൻ ബത്ലഹേമിലെ ഒരു പ്രണയ കഥയെക്കുറിച്ചാണ്. 2-3 പ്രണയം നടക്കുന്നുണ്ടെന്ന് പറയാമല്ലേ. അതിൽ സുരേഷ് ഗോപിയുടെ പ്രണയം, അതുപോലെ തന്നെ ജയറാം, പിന്നെ മഞ്ജു വാര്യരുടെ. ഇത്ര ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ അതിൽ നടക്കുന്നത്. ഓഫ്കോഴ്സ് അതിൻ്റെ അവസാനത്തിൽ മോഹൻലാൽ വരുന്നുണ്ട്. മഞ്ജു വാര്യർ ഇത്രയും ഇൻറ്റൻസ് ആയിട്ട് പ്രണയിക്കുന്നത് മോഹൻലാലിനെ അന്ന് മനസ്സിലാവുകയാണ്. അവൻ ഇല്ലാതായിട്ടുണ്ടെങ്കിൽ, നിരഞ്ജനില്ലെങ്കിൽ അവൾക്ക് ജീവിക്കേണ്ടെന്നാണ് അവൾ പറയുന്നത്. ആ പ്രണയത്തിൻ്റെ വ്യാപ്തി ഒന്ന് ആലോചിച്ച് നോക്കിയേ. അത്രയധികം പ്രണയിച്ചു. അവന് വധശിക്ഷയാണ് വിധിച്ചിരിക്കുന്നത്. അവൻ ഇല്ലാതാവുകയാണ്. അതിനു മുന്നേ അവൻ്റെ ഭാര്യയായിട്ട് ജീവിക്കാൻ, പിന്നെ അങ്ങോട്ട് അവൻ്റെ ഭാര്യയായി ജീവിക്കാൻ അവൾ ആഗ്രഹിക്കുന്നത്. അതിൽ നിന്ന് മനസ്സിലാവുന്ന ഇനി ജീവിതത്തിലേക്ക് എനിക്കൊരു പ്രണയം വേണ്ട. ഈ ഒരു പ്രണയം എനിക്ക് കിട്ടി, ഇത് തന്നെ ധാരാളം. ഈ ഒരു ഓർമ്മയിൽ ഞാൻ ജീവിച്ചോളാന്ന്. അത്രയും തീവ്രമായിട്ട് പ്രണയിക്കാനൊക്കെ പറ്റുമോ? ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിൽ ഇപ്പോൾ വരുന്നത് സമ്മർ ഇൻ ബത്ലഹേമിലെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു പാട്ട്. സ്റ്റേ ട്യൂൺഡ് വിത്ത് രേണു, കാരണം ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്.